ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ ഞാനിപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗള് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളായിരിക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി ഇതിലേക്കൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വിസ്ക്, ഫോർക്ക് അങ്ങനത്തതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് വെച്ചിട്ടാണ് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബീറ്ററൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു 15 മിനിറ്റാണ് ഞാനിപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാനൊരു 15 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ബീറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ മുട്ടയൊക്കെ. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ നമുക്കൊന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാർബിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് 2 ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും അതുപോലെ തന്നെ ഒന്ന് വാനില ഫ്ലേവറുമാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിലേക്ക് പാൽ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. 2-3 ടേബിൾ സ്പൂണ് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മാർബിൾ കേക്കിനുള്ള 2 ബാറ്ററും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ബാറ്ററും അതുപോലെ തന്നെ വാനില ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. ഇത് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വാനില ബാറ്ററാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ബാറ്ററിൽ നിന്നും ഒരു ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് വാനില ബാറ്റർ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഈ ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ കേക്ക് ബാറ്റർ മുഴുവനായിട്ടും ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമ്മളിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ടൂത്ത് പിക്കാണ് കേട്ടോ. ഇനി ഇതുപോലെയാണ് ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നല്ല ഭംഗിയാട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് കാണാൻ.
നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു സിമ്പിൾ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്കത് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് റീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതുപോലുള്ളൊരു നൈഫൊക്കെ വെച്ചിട്ട് നമുക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് ഇടിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാർബിൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.